കൂടോത്രം എന്ന വാക്ക് കേൾക്കാത്ത ഒരാൾ പോലും നമുക്കിടയിൽ ഉണ്ടാവില്ല. എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട്. ഒരാളുടെ ജീവിതം നശിപ്പിക്കൽ, സാമ്പത്തികമായി തകർക്കൽ, വീട്ടിൽ കലഹം, അങ്ങനെ തുടങ്ങി കൂടോത്രം കൊണ്ട് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അഥർവവേദ വിഭാഗത്തിലെ ഷഡ്കർമ്മങ്ങൾ എന്നുള്ള വിഭാഗത്തിലും കൗശിക സൂത്ര എന്ന കൗലഭാഷയിലുള്ള ഗ്രന്ഥത്തിലുമാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വിശദീകരണങ്ങൾ ഉള്ളത്. രഹസ്യമായി കൈമാറി ഈ വിദ്യകൾ പഠിച്ചു ചെയ്യുന്ന പല മന്ത്രവാദികളും അവരുടെ മഠങ്ങളും ഇന്നും പലയിടത്തും നിലവിലുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ അവതാളത്തിലാക്കാൻ സാധിക്കുന്ന മാന്ത്രിക വിദ്യയാണ് മാട്ട്. ഇതുമൂലം മനുഷ്യന് പിശാചിനെ സേവിച്ച് തന്റെ ശത്രുക്കളെ വകവരുത്താൻ സാധിക്കുന്നു. മാരണം ഒരു മാന്ത്രിക കർമ്മമാണ്. മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ മന്ത്രം ഉപയോഗിച്ച് വധിക്കാൻ ഈ കർമ്മം കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം. കാളീപൂജയിലൂടെയാണ് മാരണകർമ്മം നടത്തുന്നത്. മങ്ങിയ നിറമുള്ള പൂക്കളാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. വീടിന്റെ അഗ്നികോണിന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് കറുത്ത വാവ്, കറുത്ത പക്ഷത്തിലെ പഞ്ചമി, അഷ്ടമി എന്നീ ദിവസങ്ങളിലും ഞായർ, ശനി, ചൊവ്വ എന്നീ ദിവസങ്ങളിലും മാരണം ചെയ്യാവുന്നതാണെന്നാണ് വിശ്വാസം. കരിങ്ങാലി ചമത കടുകെണ്ണയിൽ മുക്കി ഹോമിച്ചാണ് മാരണം ചെയ്യേണ്ടത്. മാരണം ചെയ്യുമ്പോൾ കഴുതപ്പല്ലുകൊണ്ട് നിർമ്മിച്ച ജപമാല ഉപയോഗിക്കുകയും പോത്തിൻ തോലിൽ ഇരിക്കുകയും ചെയ്യണമെന്ന് വിശ്വാസമുണ്ട്. മന്ത്രവാദത്തിലെ ഷഡ്കർമ്മങ്ങളിൽ കളം വരയ്ക്കൽ ഒരു പ്രധാന ഭാഗമാണ്. പക്ഷേ മാട്ട്, മാരണം, ദോഷപ്പണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദ ക്രിയകൾക്ക് കളം വരയ്ക്കാറില്ല. ഐതിഹ്യമാലയിൽ തേവലശ്ശേരി നമ്പിയെ പറ്റിയുള്ള അതിശയോക്തിപരമായ വിവരണങ്ങളിൽ ഇദ്ദേഹത്തിന് മറ്റു മന്ത്രവിദ്യകളിൽ എന്ന പോലെ മാരണത്തിലും പ്രാവീണ്യമുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആഭിചാര കർമ്മങ്ങളിൽ ഒന്നാണ് മാരണം. ഭൈരവാദി പഞ്ചമൂർത്തികളെയോ മറ്റു വനമൂർത്തികളെയോ ജപിച്ചയക്കുകയെന്നത് ഇതിന്റെ ഒരു വശമത്രേ. ശത്രുസംഹാര ഹോമം, വനദേവതകൾക്കും മറ്റുമുള്ള പുറബലി, തട്ടും കുരുതിയും കോഴിബലി എന്നിവ മാരണക്രിയയ്ക്ക് വേണം. മരണം വരെ സംഭവിക്കാവുന്ന ക്ഷുദ്രകർമ്മ വിധികൾ മാരണത്തിലുണ്ടെന്ന് കാണാം. ശത്രുനാശത്തിനുള്ള മറ്റൊരു ആഭിചാര കർമ്മമാണ് ഒടി. ഒടിവെച്ചത് നടന്ന് കടന്നാലാണ് അതിന്റെ ദോഷം ബാധിക്കുക. ഒടികടന്നാൽ വിഷാംശം കൊണ്ട് കാലുകൾ വിങ്ങുകയും പൊട്ടുകയും ചെയ്യുമത്രേ. മാന്ത്രിക വിദ്യയുടെ ഒരു വശമാണ് മറിവ്. യഥാർത്ഥ രൂപത്തെ മറച്ചുവെക്കുന്നതാണ് മറിവ്. മായവും മറിവും എന്നൊരു പ്രയോഗം ഭാഷയിൽ നിലവിലുണ്ട്. ബുദ്ധിപരമായ മാന്ദ്യമുണ്ടാക്കാൻ മറിവ് എന്ന മാന്ത്രിക ക്രിയ കൊണ്ട് സാധിക്കുമത്രേ. ആൾമറിവ് അതിൽ പ്രധാനമാണ്. ഒരാൾ നീണ്ടുകിടന്ന് കോടിവസ്ത്രം പുതപ്പിച്ച് കുരുതി നിറച്ച് വായ കെട്ടിയ ഒരു കുംഭം നെഞ്ചിൽ കമിഴ്ത്തി വെച്ച് അതിൻമുകളിൽ പലക വെച്ച് മുഷ്ടി കൊത്തുക എന്നത് മറിവിന്റെ കർമ്മമാണത്രേ. മുഷ്ടികർമ്മം അഥവാ മന്ത്രവാദപരമായ മിക്ക കർമ്മങ്ങളുടെയും അന്ത്യത്തിൽ പതിവുണ്ട്. ചെന്നാർവള്ളി, ഞെഴുകിൻകോല്, ഈയച്ചേമ്പ്, തേങ്ങാക്കുലയല്ലി, കടുക്ക തുടങ്ങിയവ കെട്ടി തേങ്ങയുടെ മുകളിൽ വെച്ച് 4 ഭാഗത്തു നിന്നും കുത്തുകയാണ് മുഷ്ടിയുടെ മുഖ്യ ചടങ്ങ്. ഞരമ്പുവേദന, ശാരീരികമായ ക്ഷീണം തുടങ്ങിയവയ്ക്കും മുഷ്ടികൊത്തൽ ക്രിയ കഴിപ്പിക്കും. ചില മന്ത്രവാദികൾക്ക് മാന്ത്രിക ശക്തി ആഭിചാരക്രിയ മുഖേന സ്തംഭിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതാണ് സ്തംഭനക്രിയ. പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ശത്രുസ്തംഭനം, നാവടക്കം, ബാധാനിരോധം എന്നിങ്ങനെ സ്തംഭനക്രിയകൾ പല പ്രകാരമാണ്. ജലസ്തംഭനം, കുക്കുടസ്തംഭനം, നാളികേര സ്തംഭനം എന്നിങ്ങനെ സ്തംഭനം ചെയ്യുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. കള്ളന്മാരുടെയും മറ്റും കുടല് സ്തംഭിപ്പിക്കുവാൻ സ്തംഭനക്രിയ കൊണ്ട് സാധിക്കുമെന്ന വിശ്വാസം നിലവിലുണ്ടായിരുന്നു. കുടത്തിൽ കുരുതിവെള്ളവും മറ്റും നിറച്ച് കുഴിച്ചിടുകയാണ് ജലസ്തംഭനം. കോഴിയുടെ വായയിൽ ചില പ്രത്യേക മരുന്നുകൾ നിറച്ച് കഴുത്തറുത്ത് ഹോമിക്കുകയാണ് കുക്കുടസ്തംഭനം. ഇളനീര് തുരന്ന് മരുന്ന് നിറച്ച് സ്ഥാപിക്കുകയാണ് നാളികേര സ്തംഭനം. വെള്ളരിക്ക, കോഴിമുട്ട തുടങ്ങിയവയും സ്തംഭനക്രിയയ്ക്ക് ഉപയോഗിക്കാം. കക്ഷപുടം തുടങ്ങിയ ചില ഗ്രന്ഥങ്ങളിൽ വിവിധ തരത്തിലുള്ള സ്തംഭനക്രിയ നടത്തേണ്ടത് എപ്രകാരമെന്ന് പറയുന്നുണ്ട്. മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും സംയുക്ത പ്രയോഗമാണ് അവയിൽ അടങ്ങിയിട്ടുള്ളത്. കുങ്കുമം കൊണ്ട് പെരുമരത്തോലിൽ മന്ത്രപൂർവ്വം ശത്രുവിന്റെ പേരെഴുതി കുറച്ച് നൂൽ കെട്ടുക എന്നത് ശത്രുസ്തംഭനത്തിന്റെ മറ്റൊരു മാർഗമാണ്. ശത്രുദോഷം വരുത്തുന്ന മാന്ത്രിക ക്രിയയാണ് ആഭിചാരം. ഏതെങ്കിലും തന്റെ ശത്രുവിനെ കൊല്ലാനോ അപകടത്തിൽപ്പെടുത്താനോ ദോഷങ്ങൾ വരുത്താനോ ചില മന്ത്രവാദികൾ ചെയ്യുന്ന ദുഷ്കർമ്മം. ഏതെങ്കിലും ഒരു ലോഹത്തകിടിൽ സാധ്യായ നാമം എഴുതി ചില അടയാളങ്ങളും കളങ്ങളും ശത്രുവിന്റെ ചിത്രവും വരച്ച് ഇത്ര ദിവസം എന്ന കണക്കിൽ പൂജ ചെയ്തെടുക്കുന്നു. തകിട് ചുരുട്ടി ഒരു കുഴിയിലോ മറ്റേതെങ്കിലും പ്രത്യേകതരം സാധനങ്ങളിലോ അടക്കം ചെയ്ത് ശത്രു വരുന്ന വഴിയിൽ സ്ഥാപിച്ച് അയാൾ അറിയാതെ മറികടത്തുകയോ ചവിട്ടുകയോ ചെയ്യിക്കുന്നു.
അങ്ങനെ കൃത്യമായി മന്ത്രം ചെയ്ത് സ്ഥാപിച്ചാൽ ഇത്ര ദിവസത്തിനകം ശത്രുവിൽ ഫലം കാണുമെന്നാണ് വിശ്വാസം. തകിട് കൂടാതെ പൂച്ച, തവള, ഓന്ത്, പല്ലി, കോഴി എന്നിവയെ കൊന്ന് തലയറുത്തും ഇത് ചെയ്യാറുണ്ട്. ചൊറിച്ചിലുള്ള ചേനയിലും ഈ ആഭിചാരം ചെയ്യുന്നതായി പറയുന്നു. വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉച്ചാടനം. സ്ഥാനഭ്രംശമെന്നും ഇതിനർത്ഥം കൽപ്പിക്കാറുണ്ട്. സ്വന്തം വീടും വസ്തുവകകളും അന്യാധീനപ്പെട്ട് നശിച്ച് ആഹാരത്തിന് വകയില്ലാതെ മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന അവസ്ഥയാണിത്. പണ്ട് പല രോഗങ്ങളും ഉച്ചാടനത്തിലൂടെ ഭേദമാക്കാറുണ്ടായിരുന്നു അത്രേ. പച്ചനിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ദുർഗാഭഗവതിയെ പൂജിക്കുകയാണ് ഉച്ചാടനത്തിൽ ചെയ്യാറ്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ പരസ്പര വൈര്യം ജനിപ്പിച്ച് അവരെ തകർക്കുക എന്ന ലക്ഷ്യമാണ് വിദ്വേഷേണ കർമ്മത്തിനും മന്ത്രങ്ങൾക്കുമുള്ളത്. പല നിറത്തിലുമുള്ള പൂക്കൾ കൊണ്ട് ജ്യേഷ്ഠാഭഗവതിയെ പൂജിക്കുകയാണ് വിദ്വേഷണത്തിന് ചെയ്യുന്നത്. വീടിന്റെ നിര്യതി കോണിൽ ആ ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് വേണം പൂജ ചെയ്യേണ്ടത്. വെളുത്ത പക്ഷത്തിലെ ഏകാദശി, ദശമി, നവമി, അഷ്ടമി എന്നീ തിഥികളിലും വെള്ളിയാഴ്ച, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിലുമാണ് വിദ്വേഷണം ചെയ്യേണ്ടത്. കുറുക്കന്റെ തോലിൽ കുക്കുടാസനത്തിലിരുന്ന് വേണം മന്ത്രം ജപിക്കേണ്ടതത്രേ. രോധനമെന്ന രീതിയിൽ വേണം മന്ത്രം ജപിക്കേണ്ടത്. നാമത്തിന്റെ ആദ്യ ഭാഗത്തും മധ്യത്തിലും ഒടുവിലും മന്ത്രം ജപിക്കുന്ന രീതിയാണിത്. ഹോമത്തിന് കള്ളിച്ചമതയും അഗസ്ത്യ എണ്ണയും വേണം. കടൽനാക്കുകൊണ്ടുള്ള ജപമാല വേണം ഉപയോഗിക്കേണ്ടത്. സാത്താൻ ആരാധനയാണ് കറുത്ത കുർബാനയുടെ പ്രധാന ഉദ്ദേശം. ലൈംഗിക വീഴ്ച, ആർത്തവരക്തം, മദ്യമടക്കമുള്ള മുറകളിലൂടെ നഗ്നരായി വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് കറുത്ത കുർബാന നടത്തപ്പെടുക. അടുത്ത കാലത്തായി കേരളത്തിലും അത്തരം ആരാധന നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ടപിടിച്ച രക്തത്തിന്റെ നിറത്തിലോ ഉള്ള കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന അർപ്പിക്കുക. ബലിപീഠത്തിൽ പൂർണ്ണനഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും. അശുദ്ധമായ ആർത്തവ രക്തവും ബീജവും കലർത്തിയ ഓസ്തി കത്തിക്കുകയോ എറിഞ്ഞു കളയുകയോ ആശീർവദിച്ച വീഞ്ഞ് തറയിൽ ഒഴിച്ചു കളയുകയോ ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം കറുത്ത കുർബാനയിലാവട്ടെ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവ രക്തമോ ആവും ഉപയോഗിക്കുക. മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരി, കുറുക്കന്റെ തൊലിയിലോ മനുഷ്യന്റെ തൊലിയിലോ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആഘോഷങ്ങളിൽ മൊരിച്ച മനുഷ്യമാംസവും ഇവർ ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുക. ഗോഡ് ആൻഡ് ഈവിൾ ഫോർ ഗുഡ് എന്നീ പ്രയോഗങ്ങളാണ് സാത്താനെ വർണ്ണിക്കാൻ കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്നത്. ക്രിസ്തുമതത്തെ നിന്ദിക്കുന്ന പദപ്രയോഗങ്ങളാണ് കറുത്ത കുർബാനയിൽ ഉടനീളം ഉപയോഗിക്കുക. ക്രിസ്തുവിന്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിലാണ് അവർ കുരിശ് പച്ച കുത്താറുള്ളത്. വിശുദ്ധ വസ്തുക്കളെയും കുരിശിനെയും തുപ്പുക, ചവിട്ടുക തുടങ്ങിയവയും കറുത്ത കുർബാനയുടെ ഭാഗമാണ്. കൊച്ചി തന്നെയാണ് സാത്താൻ സേവയുടെ പ്രധാന കേന്ദ്രമെന്ന് അന്വേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ 7 ജില്ലകളിൽ സാത്താൻ സേവക്കാർക്ക് ആരാധനാലയമുണ്ടത്രേ. വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നും മനുഷ്യനെ ഭ്രമിപ്പിച്ചിരുന്നു. വിശ്വാസത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ ചിലർക്ക് ആത്മവിശ്വാസം കൂടുതൽ നേടാൻ കഴിയുകയും മറ്റു ചിലർക്ക് ആത്മവിശ്വാസം നഷ്ടമാവുകയും ചെയ്യുന്നു. യക്ഷിയും ഗന്ധർവനും മാടനും മറുതയുമൊക്കെയുള്ള ഇരുൾ നിറഞ്ഞ ഒരു കാലഘട്ടം വെളിച്ചം വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. അറിവിനും വെളിച്ചത്തിനുമാണല്ലോ അജ്ഞതയുടെ ഇരുളകറ്റാൻ കഴിയുക.